UDF കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേരിയ മേൽക്കൈ ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഐക്യജനാധിപത്യ മുന്നണിയുടെ അപ്പർ ഹാൻഡ് ഉള്ളൊരു മണ്ഡലമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. MP ഗോവിന്ദൻ മണ്ടനാണ് എന്നാണ് പറഞ്ഞതിനകത്ത് വരുന്നൊരു സൂചന. കാരണം അതായത് പിണറായി വിജയൻ ആണ് പറഞ്ഞത്. അല്ല, അത് പിന്നീട് ലീഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിലൂടെ പതാകയുമേന്തി വിജയാഹ്ലാദ പ്രകടനം നടത്തിയത് ആരാണ്? SDPI ആണ്. നമ്മൾ എന്തിനാണ് അതിനെ മറച്ചു പിടിക്കുന്നത്? സ്വരാജ് VS പോയി കണ്ടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ആ പ്രസക്തി എന്ന് പറയുന്നത് സ്വരാജും VS ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദം ഉയർന്നു വന്നിരുന്നു. നിലമ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ RSSനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വശത്ത് നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേട്ടങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നുമല്ല, അവിടെ ചർച്ച ചെയ്തത് മുഴുവൻ വർഗീയതയായിരുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഇന്ന് വിധിയെഴുത്ത് വിലയിരുത്താൻ നമുക്ക് ഓരോ മുന്നണികളുടെയും സാധ്യതകൾ, അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. നമ്മോടൊപ്പം ചേരുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനും ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് KM ഷാജഹാൻ. ഇരുവർക്കും നമസ്കാരം, സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക്. ആദ്യം നമുക്ക് ശ്രീ KM ഷാജഹാനിലേക്ക് പോകാം. ശ്രീ KM ഷാജഹാൻ, ഈ തിരഞ്ഞെടുപ്പ് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ടത് അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. എങ്കിലും പ്രചാരണ രംഗം കൊഴുത്തു. അനാരോഗ്യകരമായിട്ടുള്ള ചില പ്രവണതകളിലേക്കൊക്കെ തന്നെ നിലമ്പൂർ പോയി. ഇപ്പോൾ വോട്ടിങ്ങും നടക്കുകയാണ്. ഈ ദിവസം നോക്കുമ്പോൾ ഏത് മുന്നണിക്കാണ് അധിക സാധ്യത, നേരിയ മുൻതൂക്കം എങ്കിലും ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആർക്കാണ്? ഒപ്പം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതായത് ഇടതുപക്ഷവും UDFും തമ്മിൽ നേരിട്ടുള്ള മത്സരം തന്നെയല്ലേ അവിടെ നടക്കുന്നത്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഭരണത്തിൻ്റെ വിലയിരുത്തൽ തന്നെയാകുമോ ഇത്? ഇതിൽ എനിക്ക് അടിസ്ഥാനപരമായി തോന്നിയൊരു കാര്യം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ആദ്യം ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1967 മുതലോ 1977 മുതലോ UDFിൻ്റെ ഒരു ഉറച്ച കോട്ടയാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ ദീർഘകാലം മത്സരിച്ച് വിജയിച്ചു പോകുന്നത് ആര്യാടൻ മുഹമ്മദാണ് എന്നുള്ളത് നമുക്കറിയാം. ആ മണ്ഡലത്തിൽ 2016-ലും 2021-ലുമാണ് LDF അവിടെ വിജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിജയിക്കുന്നത് തന്നെ ഒരു കോൺഗ്രസ് സ്വതന്ത്രനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ LDF എന്ന് പറയുന്ന സംവിധാനം 1977 മുതലെങ്കിലും നോക്കിയാൽ പോലും വിജയിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ 1977-നും 2016-നും ഇടയിൽ പല അവസരങ്ങളിൽ LDF ഭരിച്ചിട്ടുണ്ട്. ആ ഭരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ നിരന്തരമായി UDF ജയിച്ചുകൊണ്ടിരുന്ന ഒരു UDFിൻ്റെ ഒരു കോട്ടയായിരുന്നു നിലമ്പൂർ. ആ നിലമ്പൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PV അൻവർ എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്രനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് 2016-ലും 2021-ലും LDF അവിടെ ജയിക്കുന്നത്. ആ സ്വതന്ത്രനെ കൂട്ടുപിടിച്ചപ്പോൾ തന്നെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് 2016-ൽ അവിടെ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ആ കോൺഗ്രസ് സ്വതന്ത്രന് LDF സ്വതന്ത്രന് കിട്ടി. 2021 ആയപ്പോഴത്തേക്കും നമുക്കറിയാം, കിറ്റ്, പെൻഷൻ, കോവിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ വളരെ ശക്തനായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് LDFന് 2021 കിട്ടി. 199 സീറ്റ് അവിടെ കിട്ടി. ആ 99 സീറ്റ് കിട്ടിയ ആ തെരഞ്ഞെടുപ്പിൽ പോലും 2021-ൽ ഈ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇടതുപക്ഷ സ്വതന്ത്രന് കിട്ടിയത് കഷ്ടിച്ച് 2,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇവിടുത്തെ ഈ ഇടതുപക്ഷത്തിൻ്റെ വിജയസാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചയെ നമ്മൾ കാണാൻ എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത്. അടിസ്ഥാനപരമായി തന്നെ ഒരു അടിമുടി UDF മണ്ഡലമാണ് ആ മണ്ഡലം. അല്ലെങ്കിൽ UDFന് മേൽക്കൈയുള്ള മണ്ഡലം എന്ന് പറയുന്നതായിരിക്കില്ല. അല്ല, ഞാൻ UDFന് ആധിപത്യമുള്ളൊരു മണ്ഡലം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ആകെപ്പാടെ 2016-നും 2021-നും ജയിച്ചത്. അതും ഒരു കോൺഗ്രസ് സ്വതന്ത്ര അൻവർ എന്ന് പറഞ്ഞൊരു ശക്തനായ ഒരു കോൺഗ്രസ് സ്വതന്ത്രനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കൂടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ എന്നുള്ളതാണ് എൻ്റെ ഒരു
ബേസിക് ആയിട്ടുള്ളൊരു എൻ്റെ ഒരു പ്രിമൈസ് അതാണ്. ശരി. ഇനി ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയാൽ ഈ തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണോ എന്നുള്ള വാദഗതി അത് ഒരു ഡിബേറ്റബിളാണ്, അത് അവിടെ നിൽക്കട്ടെ. ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. ഈ തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ അതിനൊരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവം വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഞാൻ പറയുമ്പോൾ ഞാൻ പോലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അൻവർ അപ്രസക്തനായി പോകാനാണ് സാധ്യത, ഇടത് വലത് എന്നും പറഞ്ഞിട്ട് വോട്ടുകൾ ധ്രുവീകരിക്കുമ്പോൾ അൻവർ നെഗ്ലിജിബിൾ ആവാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവസാനത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥ നമ്മൾ നോക്കുമ്പോൾ അൻവർ എന്ന് പറയുന്ന ആ ഘടകം അവിടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കും, അല്ലെ തെരഞ്ഞെടുപ്പ് വിജയം മാറും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അൻവർ എന്ന് പറയുന്ന ഘടകം ഓരോ ദിവസം കഴിയും തോറും നിർണായകമായി കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് അൻവർ ഒരു ഫാക്ടർ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അൻവർ തെരഞ്ഞെടുപ്പിൽ ഫാക്ടർ ആയിരിക്കുന്നത് മാത്രമല്ല, അൻവറിന് ഒരു 10-15,000 വോട്ട് വരെ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെങ്കിൽ അൻവറിന് ഒരു 10-15,000 വോട്ട് വരെ കിട്ടിയാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലേക്ക് 15,000 വോട്ടിലേക്ക് അൻവർ എത്തിയേക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു 10-15,000 വോട്ടിനെങ്കിലും അവിടെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവിടെ ഒരു 10-15,000 വോട്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഒരു 10-15,000 വോട്ടിനടുത്ത് വരെ അൻവർ പിടിക്കാനുള്ള സാധ്യതയും ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രാഥമികമായി എനിക്ക് ഒരു നിരീക്ഷണം. അഡ്വക്കേറ്റ് ഡി സുരേഷ്, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് മേൽക്കൈ 15,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് ജയിക്കാൻ സാധിക്കും. അതിനോടൊപ്പം അൻവർ ഒരു ഫാക്ടർ തന്നെയാണ്. ജയപരാജയങ്ങളെ സ്വാധീനിക്കില്ല എങ്കിലും അദ്ദേഹം 15,000-ഓളം വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പൊതുവിൽ ഒരു വിലയിരുത്തൽ അങ്ങനെ വരുന്നുണ്ട്. അവിടെ നിന്നൊരു ഒരു കൃത്യമായി ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയില്ല, ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു ഫാക്ടർ അവിടെ ഉയർത്തിയെടുക്കാൻ അൻവറിന് അവസാന ദിവസം സാധിച്ചു എന്നാണ് കേൾക്കുന്നത്. നമുക്ക് ശരിക്കും ഈ മണ്ഡലത്തിൽ നിലമ്പൂരിൽ നിന്ന് വോട്ടെടുപ്പ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആര് വിജയിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് 23-ാം തീയതി വളരെ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. രാവിലെയോടുകൂടി തന്നെ വ്യക്തമായി നമുക്കറിയാൻ കഴിയും 23-ാം തീയതി. ഞങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. മറ്റൊരുപാട് ഭിന്നാഭിപ്രായങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയമായി നമുക്ക് സ്വാതന്ത്ര്യമുള്ളതും ജനാധിപത്യ സ്വഭാവമുള്ളതുമായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചർച്ചകൾ അവരവരുടെ അവകാശവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നതിനുള്ള അവകാശവും അവസരവുമൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സൗ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി വന്നിട്ടുള്ള ഒരു മേൽക്കൈ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി വന്നിട്ടുള്ള മേൽക്കൈ നാളിതുവരെ ഞാൻ നിലമ്പൂരിൽ ഒരു 4 ദിവസം അവിടെ പോയി നിന്ന് സ്റ്റേ ചെയ്ത പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട ഒരാളാണ്, അതിൻ്റെ ഭാഗമായ ഒരാളാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം വളരെ ശക്തമായ നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ KM ഷാജഹാൻ അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ അദ്ദേഹം പറഞ്ഞൊരു ചെറിയൊരു പിശകുണ്ട്. അവിടെ ഒരു UDF കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേരിയ മേൽക്കൈ ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഐക്യജനാധിപത്യ മുന്നണിയുടെ അപ്പർ ഹാൻഡുള്ളൊരു മണ്ഡലമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്ത് 2016 പരാജയപ്പെടുന്നത് 16,000-ൽ പരം വോട്ടുകൾക്കാണ്. അതിനു മുൻപേ തന്നെ കുഞ്ഞാലി അവിടെ MLA ആയിരുന്നിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളിൽ വളരെ ടൈറ്റ് ഫൈറ്റ് നെക്കിൽ ഒരു പക്ഷേ ആര്യാടൻ മുഹമ്മദ് 5,000-ൻ്റെയും ഒക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വന്ന സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ PV അൻവർ വ്യക്തമായ മാർജിനോടുകൂടി ജയിച്ച് വരുന്ന ഒരു സ്ഥിതിയുണ്ടായി. നമുക്കറിയാം അദ്ദേഹത്തിനെതിരായി വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്ന സന്ദർഭമാണ് 2021 തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വിട്ട് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എത്തിച്ചേരുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ട് മുൻപായി. എന്നിട്ട് പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂർ മണ്ഡലത്തിലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും സ്വീകാര്യനായ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ ശ്രീ പ്രകാശ്, അദ്ദേഹം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ
അടിയറവ് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങ് പറഞ്ഞു അത് വരുന്നത് മാറി വരുന്ന നിലമ്പൂരിൻ്റെ നിലമ്പൂരിൻ്റെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അവസരത്തിൽ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇടതുപക്ഷം വലിയ രീതിയിൽ ആഘോഷിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ ഒടുവിലേക്ക് വരുമ്പോൾ VS അച്യുതാനന്ദനെ ഒന്ന് കണ്ട് ഒരു അനുഗ്രഹം വാങ്ങിയിരുന്നെങ്കിൽ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ തുറന്നു പറഞ്ഞു. ചില വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അങ്ങനെയൊന്ന് ചെയ്യാമായിരുന്നില്ലേ എന്നൊരു ചിന്ത അത് താങ്കൾക്കുണ്ടോ? അങ്ങനെ അല്ല, ഇപ്പം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് മുതിർന്ന നേതാക്കന്മാരെ ചെന്ന് കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങുക, ഇതൊക്കെ സ്വാഭാവികമായും നമ്മൾ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന സന്ദർഭത്തിൽ ആ മണ്ഡലം, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോയി കാണുകയും ആ തിരക്കിനിടയിൽ പരിമിതമായ ദിവസങ്ങൾ മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, തിരിച്ചൊരു മറുചോദ്യം ചോദിക്കട്ടെ. ശ്രീ VV പ്രകാശിൻ്റെ വീട്ടിൽ, ആ മണ്ഡലത്തിനകത്തുള്ള വീടാണല്ലോ, അവിടെ ഈ ആര്യാടൻ ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ഒരു മാധ്യമങ്ങളും ഒരാളുകളും അതൊരു ചർച്ചയായി മാറിയിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പോലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ പോയിട്ടില്ല എന്നുള്ളതാണ് ഉച്ചവരെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് മാറിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഓക്കെ, അല്ല അതവിടെ അതൊരു വിഷയമാണ്. ചില വാർത്തകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ സ്വരാജിൻ്റെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപനം, VSമായിട്ട് പ്രത്യേകിച്ച് ഉണ്ടായിരുന്ന ആ വിവാദം, ഇതൊക്കെയാണ് ഇത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ എനിക്കൊന്ന് നിയമസഭയിൽ ഇത് സ്വരാജ് മത്സരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന CPM മൂന്നാം തവണയാണ്. ഇതിനു മുൻപും ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന ത്യാഗോജലനായ നേതാവാണ് VS. അങ്ങനെ ഒരു അനുഗ്രഹം വാങ്ങലും അങ്ങനെയുള്ള ചില രീതികളും ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്ന ഒരു സിസ്റ്റമല്ല. അപ്പോൾ സ്വാഭാവികം ഇതിപ്പോൾ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കാൻ ഒരു വിഷയം അല്ല, സഹാവ് എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ സഹാവിന് അനുകൂലമായി വോട്ട് പിടിക്കാനും ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുമൊക്കെ വളരെ കൃത്യമായി സഹാവ് VS എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ തന്നെ ആർക്കൈവ്സിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കൃത്യതയോടുകൂടി സഹാവ് സ്വരാജിൻ്റെ മേന്മകൾ സൂചിപ്പിച്ച് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന VSൻ്റെ പ്രസംഗം ഇപ്പോഴും വൈറലാണ്. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി പോകേണ്ടതുണ്ട്. അതിലേക്ക് ശ്രീ KM ഷാജഹാൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നിരിക്കുന്നത് CPMനെ ബന്ധപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് BJPയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില വാർത്തകളാണ്. ശ്രീ MV ഗോവിന്ദന് തൻ്റെ വാക്കുകൾ ആദ്യം പുറത്തുവിട്ടു, പിന്നീട് അത് പിൻവലിക്കേണ്ടിയും വന്നു. പിന്നെ ലിയോ, എനിക്ക് ഈ സ്വരാജുമായി ബന്ധപ്പെട്ട് ഇപ്പം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് സംബന്ധിച്ചൊരു ചെറിയ 2 കാര്യങ്ങൾ എനിക്കൊന്ന് സൂചിപ്പിക്കാം. ഈ CPMനകത്ത് അങ്ങനെ ഒരു സംവിധാനമില്ല എന്നൊക്കെ പറഞ്ഞതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ മാറി വരുന്ന CPMനകത്ത് അങ്ങനെ കാണുന്നുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓരോ പുതിയ സെക്രട്ടറിമാർ വരുമ്പോൾ ആ സെക്രട്ടറിമാർ പോയി കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ MA ബേബിയുടെ കാര്യത്തിൽ തന്നെ നോക്കിയാൽ കാണാം MA ബേബി എവിടെയൊക്കെയാണ് പോയതെന്ന്. ഞാൻ അതിനകത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ സ്വരാജ് VSനെ പോയി കണ്ടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ആ പ്രസക്തി എന്ന് പറയുന്നത് സ്വരാജും VSുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദം ഉയർന്നു വന്നിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്കറിയാം. ആ വിവാദത്തിനകത്ത് സ്വരാജ് അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നൊക്കെ സ്വരാജ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ VS തന്നെ സ്വരാജ് ഉയർത്തിയിട്ടുള്ള ആ വിഷയത്തിന് മറുപടി പറഞ്ഞ കാര്യങ്ങളും വൈറലാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് VS പറഞ്ഞ പ്രസംഗവും പിന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രത്യേക അഭിപ്രായം VSനെ കുറിച്ച് സ്വരാജ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ CPMൻ്റെ അണികളിൽ ശക്തമായി നിലനിൽക്കുന്ന സമയത്ത് സ്വരാജ് VSനെ ഒന്ന് പോയി കാണും എന്ന് പൊതുജനങ്ങൾ വിചാരിച്ചിരുന്നു. അതുണ്ടായില്ല എന്നുള്ളത് ആ മണ്ഡലത്തിലൊരു പ്രശ്നമാണ് എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ തർക്കത്തിലേക്കും പോകില്ല. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഈ പുതിയ വിഷയം എന്ന് പറയുന്നത് അത് വലിയ തോതിൽ CPMനെ അവിടെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. കാരണം RSSൻ്റെ സഹായം RSSൻ്റെ സഹായം വാങ്ങിയിട്ടുണ്ട്, RSSുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ശ്രീമൻ MV ഗോവിന്ദൻ മാസ്റ്റർ ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് ഒരു മാതൃഭൂമി പത്രലേഖൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തന്നെയാണ് ഇങ്ങോട്ട് പറയുന്നത്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു ചോദ്യമേ വരുന്നില്ല ഇവിടെ, മനസ്സിലായോ? അങ്ങനെ ഒരു ചോദ്യം വരിക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പല സാഹചര്യങ്ങളിലും ഞങ്ങൾക്ക് RSസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ അവതാരകൻ ചോദിക്കുകയാണ് അതൊരു വിവാദമാവില്ലേ എന്ന്. അതെ, അത് തീർച്ചയായിട്ടും വിവാദമാകുന്ന ഒരു വിഷയം തന്നെയാണ് ഈ സാഹചര്യത്തിൽ. അതും പ്രത്യേകിച്ച് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ പറയുമ്പോൾ അതാണ് അപ്പോൾ വിവാദമാവില്ലേ എന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടി എന്താണ്? അത് വിവാദമാകുന്നെങ്കിൽ ആവട്ടെ,
അത് പിന്നെ പിന്നെ അത് വസ്തുതകൾ പറയുന്നതിന് എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് CPM-ഉം RSSും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് പറയുകയും ആ പറഞ്ഞതിനെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ അതിലെന്തോ ഒരു ദുരുപദിഷ്ടിതം, ഒരു ദുരുദ്ദേശം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് സാധാരണക്കാരൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരോട് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇനി അനിൽ പറഞ്ഞ ഒരു ചെറിയ കാര്യം കൂടെ ഇടയ്ക്കും സൂചിപ്പിച്ചോട്ടെ. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നുമല്ല, അവിടെ ചർച്ച ചെയ്തത് മുഴുവൻ വർഗീയതയായിരുന്നു. അവിടുത്തെ CPM-ൻ്റെ ആദ്യാവസാനമുള്ള പ്രചരണ ആയുധം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മാത്രമായിരുന്നു. പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി അവിടെ പോയി പ്രസംഗിച്ചപ്പോഴും അതിനകത്ത് പറഞ്ഞത് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും മാത്രമാണ്, വർഗീയത മാത്രമാണ് അവിടെ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഞാൻ അവസാനം എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഇത് അവസാനം ഹിന്ദു വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കി. അതാണ് ഈ ഗോവിന്ദൻ ചെയ്തത്. പക്ഷേ ഗോവിന്ദൻ ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചത്? കക്ഷത്തിലിരുന്നതും പോയി, ഉത്തരത്തിലുള്ളത് കിട്ടിയില്ല. ഹിന്ദുക്കളുടെ വോട്ട് അവിടെ കിട്ടാൻ ഉള്ള സാധ്യതയും കുറഞ്ഞു. CPM-ൻ്റെ അണികളായിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ ഇടയിൽ വലിയ അസ്വസ്ഥതകൾ അത് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇത് സർക്കാരിൻ്റെ നേട്ടങ്ങളും ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. പച്ചയായിട്ടുള്ള വർഗീയത മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തത് എന്നുള്ളതിൻ്റെ റിസൾട്ട് 23-ാം തീയതി കാണാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഡ്വക്കേറ്റ് സുരേഷ്, ഇതിപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം പണ്ട് ഇതൊക്കെ CPM-ൻ്റെ നേതാക്കൾ തുറന്നൊന്നും സമ്മതിച്ചിരുന്നില്ല. പക്ഷേ അത് തുറന്ന സമ്മതം പോലെ ആയിപ്പോയി. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും ഈ ഒരു വിഷയം ചർച്ചയായിരുന്നു. പാലക്കാടേക്ക് പോകുമ്പോൾ അവിടെയും നോട്ട്ബുക്ക് വിവാദം വന്നിരുന്നു. അപ്പോൾ ഇത് ഒരു വിമർശകരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? വർഗീയ വോട്ട് ലക്ഷ്യമിട്ട് CPM പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് നാണക്കേട് തന്നെയല്ലേ CPM-നെ സംബന്ധിച്ച്, CPM പോലൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച്? വിമർശനത്തെ സംബന്ധിച്ചൊന്നും വിമർശിക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷേ വസ്തുതകൾ എപ്പോഴും ഇതിനെതിരായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ KM ഷാജഹാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി. ഒന്ന്, സഹാവ് VS-ഉമായി ബന്ധപ്പെടുത്തി സഹാവ് M സ്വരാജിനെ കഴിഞ്ഞ കുറേ കാലമായി ഇങ്ങനെ ഇരുട്ടിൽ നിർത്താനുള്ള വലിയ ശ്രമം കേരളത്തിൽ ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി വലതുപക്ഷം തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സഖാവ് M സ്വരാജിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അസംതൃപ്തി കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കഴിവിനോടുള്ള എതിർപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ വിഷയത്തെ സംബന്ധിച്ച് VS-ഉമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് ആലുവ പാലസിൽ നടത്തിയിട്ടുള്ളൊരു പത്രസമ്മേളനമുണ്ട്. ഒരു വളരെ വിശ്വപ്രസിദ്ധമായൊരു പത്രസമ്മേളനമാണ് സഖാവ് VS-ൻ്റെ. ആ പത്രസമ്മേളനത്തിനകത്ത് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ച അന്നത്തെ ഒരു മാധ്യമ പ്രവർത്തകനോട് സഖാവ് VS അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മറുപടി നൽകി. ഞാനിത് വെറുതെ എൻ്റേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നതല്ല. ഇത് ചില കുബുത്തികളുടെ തലയിലുദിച്ച തെറ്റായ ആശയമാണ് എന്ന് വളരെ വ്യക്തമായി VS തന്നെ പറയുന്നത് ഉണ്ട്. ഞാനത് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ നടന്നത് രാഷ്ട്രീയ ചർച്ചയാണോ, നിലമ്പൂരിൽ നടന്നത് രാഷ്ട്രീയ ചർച്ചയാണോ, മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ. ക്ഷേമ പെൻഷൻ ചർച്ച ചെയ്തുകൊണ്ടല്ലേ ആ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം തന്നെ ആരംഭിക്കുന്നത്, അതിൻ്റെ പ്രചരണ തുടക്കം തന്നെ ആരംഭിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഒരു തരത്തിൽ കൈക്കൂലിയാണെന്ന് പറഞ്ഞുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് നേതാവ് തന്നെ പ്രഖ്യാപിക്കുന്നു. അതിനെതിരായിട്ട് ഉയർന്നു വന്ന ചർച്ച, പ്രതിഷേധം, അതല്ലേ അവിടെ ഏറ്റവും അധികം ചർച്ചയായത്. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള പിന്തുണയെ സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അവരുടെ നിലപാടിൽ മാറ്റം വരുത്തി എന്നാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞത്. ഇസ്ലാമിൻ്റെ PDP-യെ ന്യായീകരിച്ച CPM നേതാക്കൾ ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചില്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്നുള്ള നിലയിൽ RSS-ഉം അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒരു കാലത്ത് ഈ നാടിനെ കലാപകലുഷിതം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായ ശ്രമം നടത്തിയ ഒരു ഘട്ടത്തിൽ അതിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഒക്കെ. അതൊരു ഘട്ടത്തിൽ മറന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയമായി ചങ്ങാത്തം കൂടാൻ വേണ്ടിയിട്ടുള്ള പരസ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ്. മാത്രമല്ല എക്സൊഫിഷ്യ അംഗത്വം കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കുമെന്ന് സമീപഭാവിയിലാക്കുമെന്നുള്ള നിലയിലേക്ക് അവർ മുന്നോട്ട് പോവുകയാണ്. അതിനെതിരായിട്ടുള്ള
ആര് പറഞ്ഞാണ് എനിക്കറിയില്ല. അല്ല ഇത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പറയരുത്. ഇത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഞാനത് ഏത് മാധ്യമം? അല്ലല്ല, അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഞാൻ സംസാരിച്ചില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ രൂപത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള നിലയിൽ തന്നെയാണ്. അതാണല്ലോ ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ പറഞ്ഞത്. അവരുടെ പഴയ മുദ്രാവാക്യത്തിൽ നിന്നും അവർ കാതലായ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ്. അല്ല, ഇതിന്റെ ഞാൻ രണ്ട് വശവും പറയുകയാണ്. വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചു, അതിനോടൊപ്പം തന്നെ PDP-യെ ന്യായീകരിച്ച ആരൊക്കെയാണ് വന്നത്? അല്ല, PDP ഈ രൂപത്തിലുള്ള ഒരു തീവ്രവാദ മുദ്രാവാക്യവും മുന്നോട്ട് PDP-ക്കെതിരെയുള്ള കേസുകൾ, PDP-ക്കെതിരെയുള്ള സംഭവവികാസങ്ങൾ എല്ലാം കേരളത്തിൽ. അല്ലല്ല, ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം നമ്മളിപ്പോ ഇത്തരത്തിലുള്ള അവസാനം ചോദിച്ചൊരു പോയിന്റ് കൂടെ ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിൽ പാർട്ടി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദ മാഷ് അതിനെ സംബന്ധിച്ച് അത് നടത്തിയ എക്സ്പ്ലനേഷൻ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ സമാധാന മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. RSSഉം CPM-ഉം തമ്മിൽ ഏതെങ്കിലും രൂപത്തിൽ രാഷ്ട്രീയമായ ധാരണ ഉണ്ടാക്കും എന്ന് കരുതുന്നത് മണ്ടന്മാരാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തിലുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ അപ്രമാദിത്വ രാഷ്ട്രീയത്തിനെതിരായി പറഞ്ഞതല്ല, MV ഗോവിന്ദൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടങ് സ്ലിപ്പായി വീഴുന്നത്, നാവ് പിഴയായി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പിഴവ് പറ്റുന്നതിനെയൊക്കെ അത് മാത്രം അടർത്തിയെടുത്ത് ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പറയട്ടെ, ആ വാർത്താ സമ്മേളനം അത് ഞാൻ കണ്ടതാണ്. ടങ് സ്ലിപ്പ് അല്ല എന്നുള്ളതിന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാര്യം, അദ്ദേഹം പറഞ്ഞു ഇത് വിവാദമാവണമെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുന്ന, നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യം നമുക്ക് പ്രാവർത്തികമാക്കാൻ ചിലപ്പോൾ പ്രായോഗികമായി പറയുമ്പോൾ അത് തന്നെ വരണമെന്നില്ല. ഇതിനകത്ത് സംഭവിച്ചത് എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ അപ്രമാദിത്വ ഭരണത്തിനെതിരായി ഒരു ഘട്ടത്തിൽ ജനതാ പാർട്ടിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹകരിച്ചിട്ടുണ്ട്. ആ ചരിത്രമൊന്നും അറിയാത്ത ആളല്ല എൻ്റെ സഹപാനലിസ്റ്റ് ശ്രീ KM ഷാജഹാൻ. അപ്പോൾ അദ്ദേഹത്തിനടക്കം ഇതിൻ്റെ ചരിത്രം അറിയാം. ഒരു ഘട്ടത്തിലും RSSഉം CPM-ഉം കേരളത്തിൽ കൈകോർത്ത രാഷ്ട്രീയ ചരിത്രമില്ല. അത് നമ്മളിപ്പോൾ പുകമറ സൃഷ്ടിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തുടർച്ചയായി അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ ഇത് ഇന്റർനാഷണൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതല്ലേ, MV ഗോവിന്ദൻ തന്നെ പറഞ്ഞതാണ്. അതിൽ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. ഈ VS അച്യുതാനന്ദൻ നടത്തിയ വിശ്വപ്രസിദ്ധമായ പത്രസമ്മേളനത്തെക്കുറിച്ചൊക്കെ എൻ്റെ സുഹൃത്തു കൂടെ പറഞ്ഞു. VS അച്യുതാനന്ദൻ തന്നെയല്ലേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനുമായി ബന്ധപ്പെട്ട് വിശദീകരണം കൊടുത്തത്? അതല്ലേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. എന്തിനാണ് VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തത്? VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. VS അച്യുതാനന്ദൻ തന്നെയാണ് അത് കൊടുത്തത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ അസോസിയേറ്റ് മെമ്പറാക്കും എന്നൊക്കെ ഉള്ളത് അത് അടിസ്ഥാനരഹിതമാണ്, അതൊക്കെ അബദ്ധമാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വളരെ വൈകാരികമായിട്ട് എൻ്റെ സുഹൃത്തു ഇവിടെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയും PDP-യും ഒക്കെ പിന്തുണ നൽകിയതിന് 2016 പിന്നെ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വന്ന് നന്ദി പറയുന്നതിൻ്റെ വീഡിയോ ഇതിനകത്ത് നോക്കിയാൽ സാവനം അത് കാണാം. അതുകൊണ്ട് പിന്നെ ഈ MV ഗോവിന്ദൻ മണ്ടനാണ് എന്നാണ് പറഞ്ഞതിനകത്ത് നിന്ന് വരുന്നൊരു സൂചന. കാരണം അതായത് പിണറായി വിജയൻ ആണ് പറഞ്ഞത്. അല്ല, അത് പിന്നീട്. അതായത് MV ഗോവിന്ദനുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തുന്നു. ആ അഭിമുഖ സംഭാഷണത്തിൽ MV ഗോവിന്ദൻ ഔട്ട് ഓഫ് ദ ബ്ലൂ പറയുന്നു. എന്ത് പറയുന്നു? ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, ആരും ചോദിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ചർച്ചയും നടന്നിട്ടില്ല. ആ അഭിമുഖത്തിൽ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് അന്ന് പറയുമ്പോൾ ഈ അവതാരകൻ ചോദിക്കുന്നു, അപ്പോൾ അത് ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിനെ ഇനി എത്ര വെള്ളപൂച്ചി എന്ന് പറഞ്ഞാലും അത് കേൾക്കുന്ന ജനങ്ങൾ മാത്രമല്ല, CPM-ൻ്റെ ഒറ്റമിൻ്റെ CPM-ൻ്റെ അണികളും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയാമോ? വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചിട്ടൊക്കെ വളരെ വൈകാരികമായിട്ടൊക്കെ ഇവിടെ പറഞ്ഞു. ശരി, അതൊക്കെ പറയാം. കാരണം വെച്ചാൽ അവർ വെൽഫെയർ പാർട്ടി പിന്തുണ മേടിച്ചത്. അപ്പോൾ ഞാനൊക്കെ തന്നെ അതിനെതിരായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും വെച്ച് ഈ ഇടതുപക്ഷമോ MV ഗോവിന്ദനോ പിണറായി വിജയനോ RSS എന്ന് പറഞ്ഞ സംവിധാനത്തിനെതിരെ ഒരു വാക്ക്, ഒരു വാചകം, ഒരു വിമർശനം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടില്ല. അതേസമയം സംസാരം മുഴുവൻ എന്തായിരുന്നു? സംസാരം മുഴുവൻ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി. അപ്പോൾ ഒരു വശത്ത് RSSനെതിരായി ഒരു വാചകം പോലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താതിരിക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം RSSുമായിട്ട് ഞങ്ങൾ സഹകരിച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരും. ഒന്ന്. രണ്ട്, PDP-യെക്കുറിച്ച് എന്താ പറഞ്ഞത്? പീഡിതരുടെ പാർട്ടി എന്നാണ് പറഞ്ഞത്.
ഈ PDPയെ 2009 സഹകരിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് ഹുസൈൻ രണ്ടത്താനെ മത്സരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PDPയുമായിട്ടുള്ള ബന്ധം തെറ്റായിപ്പോയി എന്ന് പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയിട്ടുള്ള ആ പോളിറ്റ് ബ്യൂറോയുടെ തെറ്റായ വിലയിരുത്തൽ അവിടെ നിലനിൽക്കുകയാണ്. 1. 2, ഈ അബ്ദുൽ നാസർ മദനിയെ 2 പ്രാവശ്യം കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആരുള്ളപ്പോഴാണ്? ഒന്ന് നയനാർ ഭരിക്കുമ്പോഴും ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ളപ്പോഴാണ് പിന്നെ മദനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത്. അതെല്ലാം മറന്നിട്ടും പിന്നെ PDP എവിടെ നിന്നുണ്ടായ സാധനമാണ്? PDPക്ക് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? ISS എന്ന് പറഞ്ഞിട്ടൊരു സാധനമായിരുന്നു. മദനിയുടെ തന്നെ പ്രസംഗങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തു പറയുന്നു എന്നുള്ളതല്ല, ആളുകൾ പഴയതിൽ നിന്നും വ്യത്യസ്തമായി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ MV ഗോവിന്ദനെ എത്ര വെളുപ്പിക്കാൻ സഖാക്കൾ ശ്രമിച്ചാലും MV ഗോവിന്ദൻ എന്താണ് പറഞ്ഞതെന്നും അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ ആളുകൾക്ക് നല്ലതുപോലെ അറിയാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ അല്ല, 1996 തോന്നുന്നു ദേശാഭിമാനി പത്രത്തിൽ തന്നെ അടിച്ചു വന്നതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും പോലുള്ള സംഘടനകളുടെയൊക്കെ തന്നെ പിന്തുണ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. അത് ദേശാഭിമാനി തന്നെ വന്നതാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് അത് അന്ന് ചിത്രീകരിച്ചത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലെ 2 സുപ്രധാന തീരുമാനങ്ങൾ എന്നുള്ള രീതിയിലാണെന്ന് തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത അന്ന് വന്നിരുന്നത്. ഞാനത് ദീർഘസമയം എടുക്കാതെ തന്നെ അതിന് മറുപടി പറയാം. രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയോടനുബന്ധിച്ച് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിനകത്ത് പിന്നെ പിന്തുണയെന്ന് ആ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ നിഷ്ക്രിയത്വം അതുകൊണ്ടുണ്ടായ ആ തകർച്ചയിൽ മനംനൊന്ത് ഒരു ഘട്ടത്തിൽ മിക്കവാറും എല്ലാ മുസ്ലിം സംഘടനകളും അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ചോദിക്കാതെ തന്നെ പലപ്പോഴും കേരളത്തിൽ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകരുത്. അതാണ് ആ സമയത്തുള്ള ഒരു ആ രാഷ്ട്രീയ സാഹചര്യം പിൽക്കാലത്ത് മാറി. ഇത് വസ്തുതയാണ്. അത് ഗോവിന്ദ് വല്ലഭ് പന്തിൻ്റെ കാലം മുതൽ, ഇതിൻ്റെ തുടക്കം മുതൽ ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ച എന്ന് പറയുന്നത് ഒരിക്കലും RSSൻ്റെ കേന്ദ്രത്തിൽ നിന്നും ആദ്യകാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല. അത് കോൺഗ്രസ് കാലാകാലങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും അറിയാം. ഗോവിന്ദ് വല്ലഭ് പന്തിൻ്റെ കാലം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് എടുത്തുപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ മിനാരങ്ങൾ തകർന്നു വീഴുന്നു. അതിൽ മനംനൊന്ത് പലപ്പോഴും പല ഇസ്ലാം സംഘടനകളും കാലാകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് അവരുടെ ഈറ്റില്ലത്തിലേക്ക് തന്നെ മടങ്ങി. ഇത് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയ വസ്തുതാപരമായ ചരിത്രമാണ്. ഈ ചരിത്രത്തെ ആർക്കും ഖണ്ഡിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നീട് ഇപ്പോൾ പറയുന്നത്, ഇപ്പം നമുക്ക് മുഹമ്മദ് യൂസഫ് തരിഗാമി കാശ്മീരിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തെ എതിർത്ത സ്ഥാനാർത്ഥി ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തത് ആരാണ്? RSSും BJPയുമാണ്. ഇതാണ് രാഷ്ട്രീയ ചരിത്രം. ഈ രാഷ്ട്രീയത്തെ മറച്ചു പിടിക്കുന്നതിനാണ് ചില വാദഗതികളോട് ഉയർത്തുന്നത്. നിലമ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ RSSനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വശത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ RSSനെ വ്യക്തിപരം വിമർശിക്കാൻ RSS അവിടെ എന്തെങ്കിലും ആവണ്ടേ? ഒരു ഘട്ടത്തിൽ അവർ സ്ഥാനാർത്ഥിയെ പോലും നിർത്തുന്നില്ല, ഞങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല, മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ പ്രവർത്തകരോട് മനസാക്ഷി വോട്ട് ചെയ്യാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണെന്ന് പറഞ്ഞ ആളുകളാണ്. അവരവിടെ ഒരു ശക്തിയല്ല. അവിടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും ഈ ക്യാമ്പയിന് ലീഡർഷിപ്പായി നിന്ന ആളുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അവസാനം വന്നിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് മാത്രം എടുത്തുയർത്തി അതിനെ വക്രീകരിച്ച് കാണിക്കുന്നത് നാളിതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രീണനത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തായാലും കുറേയേറെ വിഷയങ്ങൾ നടന്നതാണ്. അതിൽ വാദപ്രതിവാദങ്ങളുണ്ടാകും. നമ്മൾ 90കളുടെ കാര്യം തന്നെ പറയുകയുണ്ടായി, 96-ൽ ദേശാഭിമാനി പത്രത്തിൽ വന്ന കാര്യം പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യം, വോട്ടിന് വേണ്ടി നടത്തുന്ന പ്രീണനങ്ങൾ അത് കലുഷിതമായി അല്ലെങ്കിൽ വളരെ മോശപ്പെട്ടൊരു സാഹചര്യത്തിലേക്ക് നിലമ്പൂരിനെയും കൊണ്ടുപോയി. വികസനം ചർച്ചയായില്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ചയായില്ല. അത് ഉറച്ചു തന്നെ അക്കാര്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ല. ലിയോ ഇപ്പം അവിടെ അങ്ങോട്ട് ചോദിച്ചത് 1996-ലെ കാര്യമാണ്. 2016-ൽ തങ്ങളെ പിന്തുണച്ചതിനുള്ള നന്ദിയാണ് പിണറായി വിജയൻ പിന്നെ പ്രസംഗത്തിൽ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങളെ പിന്തുണച്ചതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷം നടന്ന 2020-ൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പോലും എത്രയോ സ്ഥലങ്ങളിൽ SDPയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്, പത്തനംതിട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് PDPയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കിതെല്ലാം ഉണ്ട്.
ഇതെല്ലാം അവർ ചെയ്യും, ഇതെല്ലാം അധികാരത്തിന് വേണ്ടി അവർ ചെയ്യും. എന്നിട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ തിരിച്ചു പറയും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പഴയ പോലല്ല ആളുകൾ കാണുന്നത്. ഇപ്പം കേരളത്തിലെ പോലീസിനകത്തുള്ള RSS വൽക്കരണത്തെ കുറിച്ചിട്ട് ശക്തമായിട്ടുള്ള വിമർശനം അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിനൊന്നും ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. നമുക്കറിയാലോ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും, പൂരം കലക്കിയതും, ദത്താത്രേയ ഹോസബോളെ കാണാൻ പോയതും, അയാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തതും, അയാളെ DGP ആക്കാനായിട്ട് ഇത് ചെയ്തതും, പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളെല്ലാം കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് വെള്ളപൂശാൻ ശ്രമിച്ചാലും MV ഗോവിന്ദൻ എന്തിനാണ് ഞങ്ങൾ RSSുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്? അപ്പം ഇവിടെ ഇരിക്കുന്ന CPMൻ്റെ സഖാവ് മറുപടി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ MV ഗോവിന്ദനാണ് മറുപടി കൊടുക്കുന്നത്, എനിക്കല്ല മറുപടി തരുന്നത്. ഒരു പത്രസമ്മേളനത്തിൽ ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം. ഞാൻ ചോദിക്കുന്നത്, ഇതുപോലൊരു കുറ്റത്തിനല്ലേ EP ജയരാജനെ ഇതിനകത്തുനിന്ന് കളഞ്ഞത്? EP ജയരാജൻ എന്താ ചെയ്തത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് വീട്ടിലിരുന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. അയാൾ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് തെറിച്ചു പോയി. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ളൊരു പണിയല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അന്ന് ചെയ്തത് പിന്നെ പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിൽ CPM RSസുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചോദിക്കുന്നതിന് വസ്തുത പറയുന്നതിന് എന്താണ് തകരാറ് എന്ന് പറയുന്നത് ആരാണ്? പറയുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും. അത് പറയുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ്. അപ്പോൾ അതിൻ്റെ യുക്തി എന്താണെന്നുള്ളത് നമ്മൾ എത്ര വെള്ളപൂശാനും വെളുപ്പിക്കാനും ശ്രമിച്ചാലും അത് ഒരു മിനിറ്റ്, അത് പാർട്ടി അണികൾക്ക് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അത് 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമേ. പക്ഷേ ഈ EP ജയരാജനും എന്നോടും MV ഗോവിന്ദനോടുള്ള ഇരട്ടത്താപ്പ് പാർട്ടി അണികൾ കാണുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ജനങ്ങളുടെ ആവശ്യത്തിലേക്ക് വരുമ്പോൾ നിലമ്പൂരിലെ ജനങ്ങളുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. വന്യജീവി ആക്രമണം, അത് നിലമ്പൂരിൻ്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലുടനീളമുണ്ട്. ഇന്നും പാലക്കാട് എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം ഇത്രയും നാളായിട്ടും സംസ്ഥാന സർക്കാരിന് ശരിയായ രീതിയിൽ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഒന്ന്, അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ജനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അതൊന്നും തന്നെ പരിഹരിക്കുമെന്നുള്ളൊരു വ്യക്തമായ ഉറപ്പ്, വിശ്വാസയോഗ്യമായൊരു ഉറപ്പും കൊടുക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വർഗീയമായി കലുഷിതമാക്കപ്പെട്ട ഒരു പ്രചാരണ വേളയായിരുന്നു നിലമ്പൂരിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞതിന് ഒരു മറുപടി, ഈ 2016-ലെയും 1996-ലെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് റീസെൻ്റായി നമ്മുടെ മുമ്പ് ഒരു ചിത്രമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം. ലീഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിലൂടെ പതാകയുമേന്തി വിജയാഹ്ലാദ പ്രകടനം നടത്തിയത് ആരാണ്? SDPI ആണ്. നമ്മൾ എന്തിനാണ് അതിനെ മറച്ചു പിടിക്കുന്നത്? ഓക്കെ, നമ്മൾ എത്ര കാലം ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചു? അല്ലല്ല, ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഇടപെട്ട് അതിനിടെ ശല്യപ്പെടുത്താൻ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സഖ്യം കേരളത്തിൽ ദൃഢപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കുക, അതിന് ഏത് വർഗീയവാദികളുമായി പച്ചയായി കൂട്ടുപിടിക്കുക, യാതൊരുവിധ മടിയും അക്കാര്യത്തിൽ കാണിക്കാതിരിക്കുക. ഈ പറഞ്ഞ കുറേ പൊതുപ്രശ്നങ്ങളുണ്ട്. അത് മനുഷ്യ വന്യജീവി സംഘർഷം മുതൽ അവിടുത്തെ വികസന പ്രവർത്തനം വരെയുള്ള കാര്യങ്ങൾക്കകത്ത് വളരെ നല്ല നിലയിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനും വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനകത്ത് കൃത്യമായ നിയമം കൊണ്ടുവരേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇവർ പറയുന്ന അഖിലേന്ത്യാ നേതാവ് ജയറാം രമേശ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന സന്ദർഭത്തിലല്ലേ ഇത്രയും റിജിഡായിട്ടുള്ള നിയമം അതിനകത്ത് കൊണ്ടുവന്നത്? പക്ഷേ സംസ്ഥാനത്തിൻ്റെതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് സംസ്ഥാനം ആ ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇന്നലെയും ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ, DFO ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ കാട്ടുപന്നികളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മൃഗങ്ങളും കൊണ്ടുവരുന്ന ഈ ആക്രമണത്തിനെതിരായി എന്ത് നിലപാട് സ്വീകരിക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ആലോചനകൾ നടന്നു വരുന്ന സന്ദർഭമാണ്. അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഫാസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. പക്ഷേ അതിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. അത് നമുക്കെല്ലാവർക്കും ബൈൻഡിങ് ആണ്. ഇത് അറിഞ്ഞിടാത്തവരല്ല നമ്മൾ ഓരോരുത്തരും. ആ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു പരിഷ്കരണത്തിലൂടെ, അതിനെ മുറിച്ചു കിടക്കത്തക്ക നിലയിലുള്ളൊരു പരിഷ്കരണത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. അല്ല, ഞാനിപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്താം. ഞാനൊരു വാദത്തിന് വേണ്ടി പറയുകയല്ല.
കുറേയേറെ നാളുകളായി ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിതുരയിൽ പോലും ഒരാൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു, മനുഷ്യരെ കാട്ടുമൃഗങ്ങൾ ഓടിക്കുന്നു, അവർ വലിയ ഒരു ദുർഘടഘട്ടത്തിലൂടെ പോകുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ ഒരു വലിയ വിഭാഗത്തിന് നേരിടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമ്പോഴും സംസ്ഥാനം കേന്ദ്രം മറ്റ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിലെ സർക്കാരിന് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൽ ഇടപെടാനും ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിഹരിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അല്ല, കേന്ദ്രം സംസ്ഥാനം കേന്ദ്രത്തെയും പഴിചാരി രക്ഷപ്പെടുന്നതല്ല. കൃത്യമായൊരു നിയമം നിലനിൽക്കുകയാണ്. ഇവിടെ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് അതിനെ കൊല്ലുന്നതിനുള്ള അനുമതി നൽകണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഈ കേന്ദ്രത്തിൻ്റെ നിയമത്തിൻ്റെ പിൻബലത്തിൽ എതിർത്തവരാണ് കേന്ദ്ര സർക്കാർ. കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ കാട്ടുപന്നിയെ ഉപദ്രവിക്കാൻ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകർ കേസിൽ പ്രതിയായി ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. ഇന്നത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ലഘൂകരിക്കപ്പെടണമെന്നാണ് ആവർത്തിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ആണൊരു പരിഹാരം ഉണ്ടാവേണ്ടത്. ഓക്കെ, ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞു ആര്യടൻ ഷൗക്കത്ത് 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണുന്നത് എന്ന്. താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? എം സ്വരാജിൻ്റെ സാധ്യതകൾ എത്രത്തോളം? ഞാൻ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജിൻ്റെ വാക്കുകൾ തന്നെ ഈ ഫ്ലോറിൽ കടമെടുക്കുകയാണ്. വോട്ടിൻ്റെ എണ്ണം പറയുന്നില്ല, വളരെ കൃത്യമായ മാർജിനിൽ സഖാവ് എം സ്വരാജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും എന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഈ PV അൻവറുമായി തർക്കിച്ചതിൽ ഇപ്പോൾ മനസ്താപമുണ്ടോ ഇടതുപക്ഷത്തിന്? അല്ല, PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയത് കേരളം കണ്ട സമീപകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഞ്ചനകളിലൊന്ന്. ഇതാണ് CPMൻ്റെ ഭാഷ്യം. അദ്ദേഹം ചോദിക്കുന്നത് സത്യം തുറന്നു പറഞ്ഞതാണോ വഞ്ചന എന്നാണ്? അല്ല, അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യവും അവനവനുസ രാഷ്ട്രീയവുമാണ്. അത് എന്തായാലും അല്പം വൈകിയാണെങ്കിൽ പോലും CPMനകത്ത് നടക്കില്ല. അത് ഇപ്പോഴാണോ CPM തിരിച്ചറിഞ്ഞത് എന്നുള്ളത് മറ്റൊരു ചോദ്യം. അല്ല, അദ്ദേഹത്തിൻ്റെ തനി സ്വരൂപം കാണാൻ ഞങ്ങൾക്ക് ഒരല്പസമയം വേണ്ടി വന്നു. ഞങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിനെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിലമ്പൂരിൻ്റെ വിധിയെഴുത്ത് എന്ത് എന്ന് നമുക്ക് 23-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒന്ന് പറയാൻ ആഗ്രഹമുള്ളത്, പറയാതിരിക്കാൻ വയ്യാത്തത്, ജനങ്ങളുടെ വിഷയങ്ങൾ അവിടെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല, ജനങ്ങളുടെ വിഷയങ്ങൾ അവിടെ ശരിയായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. പ്രബുദ്ധ കേരളത്തിലെ ഒരു തിരഞ്ഞെടുപ്പിൽ ചർച്ചയായത് വർഗീയതയാണ്, വർഗീയ പാർട്ടികളുടെ പിന്തുണയാണ്, അത് ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് എന്ന് ഖേദത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത 2 അതിഥികൾക്കും നന്ദി, നമസ്കാരം.